ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ആഫ്റ്റർ ലോങ് ടൈമാണ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ പിന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ ആയിക്കോട്ടെ. ഇത് എൻ്റെ മോൾ സിയായുടെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ദുബായ് ഫോർച്യൂൺ ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ചാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പം ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. തന്നെ ഫോട്ടോ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്, കരച്ചിലും ഉണ്ട്, ഉറങ്ങിയണിറ്റതേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരം വരെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇത് കൊണ്ടുവരുന്നത് കുട്ടികൾക്കുള്ള. ആക്ച്വലി ലിഫ്റ്റിൽ ഡെക്കറേഷനൊക്കെ കണ്ടിട്ട്, ഇൻവിറ്റേഷൻ ആയിരുന്നു കുഞ്ഞിൻ്റെ, അത് ഡെക്കറേഷനൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ആകെ എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി. ഞങ്ങൾക്ക് സർപ്രൈസ് ആയിരുന്നു അവരത് ചെയ്ത്, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡും ഫ്രണ്ട്സൊക്കെ വന്നിട്ടാണ് ഈ ഡെക്കറേഷനൊക്കെ ചെയ്തത്. ഞാനിപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. കുഞ്ഞിനെ ഉറക്കിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ മോർണിംഗ് ഒരു 11 കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴേക്ക് എല്ലാവരും വന്നിരുന്നു, ഞങ്ങളെ വെൽക്കം ചെയ്യുകയാണ് എല്ലാവരും ഞങ്ങൾ ചെയ്യേണ്ട സ്ഥലത്ത്. അങ്ങനെ ഇതൊക്കെയാണ് ഹോട്ടലിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. റൂഫ് ടോപ്പിലായിരുന്നു നമ്മൾ ബർത്ത്ഡേ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇനിയും കുറേ ആൾക്കാർ വരാനുണ്ട്, കുറച്ച് ആൾക്കാരെ എത്തിയുള്ളൂ. തന്നത് എൻ്റെ ഒരു ഫ്രണ്ട് മഹേഷാണ്. അവനാണ് വീഡിയോ ഒക്കെ എടുത്തന്ന്. അവനും ഏട്ടൻ്റെ കൂടെ വന്നിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ കുറേയൊക്കെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും പിന്നെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ് വന്ന്. ഫുഡ് ബഫേ ആണ്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. സ്വിമ്മിംഗ് പൂളിലത്തെ ഡെക്കറേഷനൊക്കെ ഇവിടുത്തെ ഹോട്ടലുകാരാണ്. ഈ ഉള്ളിലുള്ള ഇൻഡോർ ഡെക്കറേഷൻ മാത്രം നമ്മൾ ചെയ്തതാണ്. ഇത് എൻ്റെ ഫ്രണ്ട്, എൻ്റെ കൂടെ 3 വർഷം വർക്ക് ചെയ്ത എൻ്റെ ഡീപ്പ് ഫ്രണ്ടാണ് റോഷൽ. അങ്ങനെ ഓർഡർ ചെയ്ത കേക്ക് ഇവിടെ എത്തി. അടിപൊളി ലുക്കായിരുന്നു. ഒരു ഏഞ്ചലൊക്കെ നടുവിൽ അവർ സെറ്റാക്കി തന്നിട്ടുണ്ട്. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് ഈ കേക്ക് നമുക്ക് ഉണ്ടാക്കി തന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, സൂപ്പറായിരുന്നു. ലുക്ക് വൈസും ടേസ്റ്റ് വൈസും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, സൂപ്പറായിരുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫുഡാണ്. ഇതാണ് നമ്മുടെ ഫുഡ്. പുറത്ത് ഔട്ട്ഡോറിലാണ് നമ്മൾ ഫുഡ് സെറ്റപ്പ് ചെയ്തത്. ബൊഫെ ഫുഡാണ്, അൺലിമിറ്റഡ് ബൊഫെ. സലാഡ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ച് പിന്നെ അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഞങ്ങൾ എൻജോയ്മെൻറ്റ് അടിച്ചുപൊളിയിലേക്ക് മൂവായി. അവർ മൈക്കും ബോക്സൊക്കെ തന്നായിരുന്നു. അമ്മയുടെ വക ഒരു പാട്ട്, അവനാണ് എൻ്റെ വീഡിയോ എടുത്ത് തന്നത്. താങ്ക്സ് ടു വീഡിയോഗ്രാഫർ മഹേഷ്. പിന്നെ ഞങ്ങൾ അതുകൂടാതെ പുറത്തുനിന്ന് ഒരു ക്യാമറമാനെ നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് നല്ല അടിപൊളി കുറേ ഫോട്ടോസ് എടുത്ത് തന്നിരുന്നു. അത് ഞാൻ ലാസ്റ്റ് ഇതിൽ അറ്റാച്ച് ചെയ്യാം. പിന്നെ ഇത് ഗിഫ്റ്റാണ്, അച്ഛൻ്റെ ബന്ധത്തിലുള്ള ഒരു ചേച്ചിയുടെ ഭർത്താവാണ് ഇത് ഗിഫ്റ്റ് തന്നത്. അപ്പോൾ അവിടെ വെച്ച് കുറേ കുട്ടികളൊക്കെ ആടി. പിന്നെ സ്വിമ്മിംഗ് പൂൾ കണ്ട മക്കൾ വെറുതെ ഇരിക്കില്ലല്ലോ, കുറേ സമയം ഇവർക്കെല്ലാം ഇറങ്ങാൻ ഇങ്ങനെ തിരക്ക് പിടിച്ച് നിൽക്കുന്ന. അപ്പോൾ ഇറങ്ങിയിട്ട് നമ്മൾക്ക് വലിയ ആൾക്കാരും കൂടി ഇറങ്ങേണ്ടി വിചാരിച്ചാൽ ആരും ഇറങ്ങിയില്ല. അങ്ങനെ ഹസ്ബൻഡ് ആ ബലൂണിൽ പോയിട്ട് ഇരുന്നിട്ട് ഓരോരോ ആളെയും ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് അങ്ങനെ മക്കളും ഹാപ്പിയായി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വലിയവരുടെ അടിച്ചുപൊളിയാണ്. ലാസ്റ്റ് കലാപരിപാടി എന്ന് പറഞ്ഞാൽ ആട്ടവും പാട്ടും. അങ്ങനെ ഞങ്ങൾ മുത്തമ്മയുടെ മോളുടെ ഭർത്താവാണ് അത്. ഏട്ടൻ്റെ വക 2 പാട്ടും പിന്നെ എൻ്റെ ഹസ്ബൻഡ് 2-3 പാട്ടും പാടി. അങ്ങനെ എല്ലാവരും ഡാൻസും കളിച്ച് അടിപൊളിയാക്കി നമ്മൾ ബർത്ത്ഡേ പാർട്ടി. നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല മെമ്മറബിളായിട്ട് നമുക്കൊരു നല്ല ബർത്ത്ഡേ സമ്മാനിച്ച എല്ലാവർക്കും താങ്ക്സ് പറയുന്നു.
അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ ഏകദേശം 5 മണിയായി കാണും. ഞങ്ങളുടെ ടൈമിംഗ് ഉണ്ട്, 4 മണിക്കൂറാണ് നമുക്ക് അവിടെ തന്നത്. അങ്ങനെ 5 മണി വരെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. ഡാൻസ് കഴിഞ്ഞ് നേരെ നമ്മുടെ ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ഡെക്കറേഷൻ ചെയ്തത് ആ ഡെക്കറേഷനൊക്കെ നമ്മൾ അവിടെ നിന്ന് അഴിച്ച് മാറ്റിയിട്ട് നമ്മൾ കൊണ്ടുപോകണം. അങ്ങനെ ഈ പാട്ടിൻ്റെ ഡാൻസിൻ്റെ ഇടയ്ക്ക് അമ്മയും റിലേറ്റീവും ഒക്കെ പോയിട്ട് അങ്ങനെ അതൊക്കെ റിമൂവ് ചെയ്ത് ഗിഫ്റ്റൊക്കെ പാക്കാക്കി, കുറേ ഗിഫ്റ്റ് കിട്ടിയിരുന്നു. അങ്ങനെ ഗിഫ്റ്റൊക്കെ പാക്കാക്കി നമുക്ക് ആ ഒരു ഹെൽപ്ഫുള്ളായിരുന്നു അതാ ചെയ്തത്. നമ്മൾ പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും എല്ലാം പാക്കപ്പായി വണ്ടിയിലേക്ക് എത്തി. അങ്ങനെ അടിച്ച് പൊളിച്ച് നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. ഒന്നും പറയാനില്ല, നല്ലൊരു മെമ്മറി ആയിട്ടുള്ളൊരു ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ ഇതിവിടെ പോസ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് കുറേ ലേറ്റായിട്ടും ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം 1 മാസം ആയി കാണും ഞാനിത് പകുതി എഡിറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇന്നാണ് എൻ്റെ എഡിറ്റ് ഫുള്ളാക്കിയത് ഞാൻ. അപ്പോൾ ഇന്നിവിടെ ഇത് പോസ്റ്റാണ്. എപ്പോഴെങ്കിലും ഭാവിയിൽ സിയ വലുതാവുമ്പോൾ അവൾക്ക് വീഡിയോ കാണാമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണാമല്ലോ, അതൊരു രസമല്ലേ. അതുകൊണ്ടാണ് ഞാൻ എത്ര ലേറ്റ് ആയാലും സാരമില്ല ഇതിവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ ബർത്ത്ഡേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒന്നുകൂടെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, സീ യു അഗെയിൻ.